യാറിലേക്ക് ഒഴുക്കി വിടാനുള്ള പരിപാടിയാണ് കേട്ടാ. എല്ലാവരും കണ്ടോട്ടാ. ഞാൻ മുങ്ങിപ്പോയ ആരാണ് ഇതിന് ഉത്തരം പറയണ്ടേന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈവൻ ചാനലിന്റെ ഒരു സാഹസികത നിറഞ്ഞൊരു എപ്പിസോഡാണ്. ഇതെല്ലാവരും ഒന്നുകൂടെ ഇറങ്ങിക്കോട്ടെ, ഒന്നും കൂടി ഇറങ്ങാം. ഈവൻ ചാനലിന്റെ അതിസാഹസികമായ ഒരു എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് എല്ലാവരും സ്കിപ്പ് ചെയ്തു പോയത്. നമസ്കാരം. V1 ആലുവ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ ചൊവ്വര ജങ്കാർ കടവിൽ. ഇന്നിവിടെ ഹഠാതെ ആകർഷിച്ച ഒരു സേവന പ്രവൃത്തി നടക്കുന്നു. നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച IRW ഐഡിയൽ റിലീഫ് വിംഗ് കേരളയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സേവന പ്രവൃത്തി IRW ജില്ലാ ലീഡർ P അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ VE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ഹസാർഡ് അനലിസ്റ്റ് ശ്രീമതി അഞ്ജലി, കീഴുമാട് പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ റസീല ഷിഹാബ്, കീഴുമാട് പഞ്ചായത്ത് ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടർ ശ്രീ മഹേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. മാതൃകാപരമായ സേവനം നടത്തുന്ന നീന്തൽ പരിശീലകനായ ശ്രീ സജി വളശ്ശേരിക്ക് IRW എറണാകുളം ജില്ലയുടെ ആദരവ് സബ് കളക്ടർ കൈമാറി. വർഷങ്ങളായി കടവും പരിസരവും സംരക്ഷിക്കുന്ന മജീദ് കുട്ടമശ്ശേരിക്കും പൊന്നാട അണിയിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതവും അഡ്വക്കേറ്റ് അബ്ദുൽ ബാസിദ് നന്ദിയും പറഞ്ഞു. വാട്ടർ റെസ്ക്യൂ ഡിവൈസ് പരിശീലനങ്ങൾക്ക് അമീർ അബ്ദുൽ സലാം, കബീർ കൊച്ചി, സെയ്ദ് ആലുവ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിന്റെ കൂടുതൽ ചിത്രങ്ങളും വിവരങ്ങളുമായി വിനോദ് ചാങ്ക്യാർ നിങ്ങളോടൊപ്പം ചേരുന്നു. എല്ലാവർക്കും നമസ്കാരം. V1 ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് കീഴുമാട് ഗ്രാമപഞ്ചായത്തിലെ ചൊവ്വര ജങ്കാർ കടവിലാണ് V1 ചാനൽ വന്നിരിക്കുന്നത്. നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ ഡെപ്യൂട്ടി കളക്ടർ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി സാറേ ഈ ഇന്നത്തെ ഈ സംരംഭത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ന് ജൂലൈ 25 ലോക മുങ്ങിമരണ വിരുദ്ധ അതിൻ്റെ ഒരു അവയർനെസ്സിന് കൊടുക്കേണ്ട ദിനമായിട്ട് ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നതാണ്. അതിനോടനുബന്ധിച്ചാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ നമുക്കറിയാം പെരിയാർ മാത്രമല്ല ധാരാളം സ്ഥലങ്ങളിൽ മുങ്ങി മരിക്കുന്ന ഒരവസ്ഥ ഈ അടുത്ത നാളുകളിൽ കൂടുതലാണ്. കുട്ടികളും അതുപോലെ വലിയ വയസ്സായ ആളുകളൊക്കെ മുങ്ങി മരിക്കുന്ന വളരെ ദാരുണമായ സംഭവം നമ്മൾ ധാരാളം കാണുന്നു. വെള്ളത്തിലിറങ്ങുന്നവർക്ക് ജീവൻ രക്ഷാ ഉപകരണം പോലെ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് വീടുകളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പി അടച്ച് 4-5 പ്ലാസ്റ്റിക് കുപ്പി ചേർത്ത് കെട്ടിയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ കെട്ടിവെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഒരു കാരണവശാലും നമ്മൾ താന്നു പോകില്ല, മുങ്ങി വെള്ളം ഉണ്ടാവില്ല. സാറേ ഈ പരിപാടിക്ക് ഇന്നിവിടെ ഈ സംരംഭത്തിന് ഏറ്റവും കൂടുതൽ തണലായി വന്നിരിക്കുന്ന സംഘടനയുടെ പേര് ഈ സംഘടനയുടെ പേര് ഐഡിയൽ റിലീഫ് വിങ് എന്നാണ്. കേരള ഒട്ടുക്ക് ഇവർക്ക് എല്ലാ ജില്ലയിലും ഇവർക്ക് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനം നമുക്ക് എത്ര വിലമതിക്കാനാവാത്ത പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. 2018 പ്രളയകാലത്തും തുടർന്നുള്ള എല്ലാ അവസ്ഥകളിലും ഇവരെ നമ്മളെ ജില്ലാ ഭരണകൂടം എന്ന നിലയിൽ നമ്മൾ ധാരാളം ഇവരുടെ ആവശ്യം വന്നിട്ടുണ്ട്, നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ ആ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി
ഇവിടെ ധാരാളം കുട്ടികൾ വന്ന് സ്കൂളിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ നമുക്ക് ചിലപ്പോൾ തടയാനൊന്നും കഴിയില്ല. അപ്പോൾ അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ ബോർഡ് എഴുതി വെച്ച് അതിനാവശ്യമായ ചെറിയ കുപ്പികളൊക്കെ കെട്ടി വെച്ചിട്ട് തൂക്കിട്ടുണ്ട്. അത് ശരീരത്തിൽ കടുപ്പിച്ചുകൊണ്ട് നിങ്ങൾ കുളിച്ചു, യാതൊരുവിധ അപകടം ഉണ്ടാകില്ല. നമുക്കെപ്പോഴും അല്ലെങ്കിൽ ആളുകൾക്ക് ഇവിടെ കാവൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള ഒരു ഉപകരണങ്ങൾ ഈ സ്ഥാപിച്ചിരിക്കുകയാണ്. ശരി സാർ, വളരെ നല്ല കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊരു പ്രചരണം നൽകണമെന്നുകൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, നമ്മളെ ഭയങ്കര അത്ഭുതകരമായിട്ടൊരു സ്ഥലത്ത് കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആലുവയിൽ ഏറ്റവും പ്രഗത്ഭനായ ഈ പ്രോഗ്രാം സംബന്ധമായിട്ട് പരിചയപ്പെടേണ്ട ഒരാള്, മുഖ്യ അതിഥി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ശ്രീ സജി വാളശ്ശേരി ചേട്ടൻ. ഒരുപാട് 10,000-ങ്ങൾക്ക് നീന്തൽ പരിശീലനം നൽകിയ വളരെ ആദരണീയനായ നമ്മുടെ സജി വാളശ്ശേരി അവരുടെ നിൽപ്പുണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ചും നീന്തലിനെ കുറിച്ചും നീന്തൽ അറിയാൻ പാടില്ലാത്തവരെ കുറിച്ചും നമ്മുടെ പൊതുജനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുത്താറാതെ ചേട്ടൻ എന്താണ് പൊതുജനങ്ങൾക്ക് നൽകാനുള്ള, നീന്തൽ അറിയാൻ പാടില്ലാത്തവർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? ആദ്യമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നീന്തൽ പഠിക്കുക എന്നുള്ളതാണ്. വളരെ കുറച്ച് സമയം മതി നീന്തൽ പഠിക്കാൻ. ഒരു 16 ദിവസം 1 മണിക്കൂർ ജീവിതത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 98% അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ ഇന്നത്തെ ഇവിടത്തെ കാര്യങ്ങൾ IRWന്റെ നേതൃത്വത്തിൽ ഇവിടെ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ നിന്ന് എങ്ങനെ മുങ്ങി മരിക്കാതിരിക്കാം, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സ്ഥാപിക്കലും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി കൊടുക്കുകയാണ്. അപ്പൊ ഈ മാതൃക എല്ലാവരും പിന്തുടർന്ന്, കേരളം മുഴുവൻ ജലാശയമാണ്, എല്ലാ ജലാശയത്തിന്റെ അടുത്ത് ഇതുപോലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ തന്നെ മുങ്ങിമരണങ്ങൾ വളരെ ലഘൂകരിക്കാൻ കഴിയും. ഈ ലോക മുങ്ങിമരണ ലഘൂകരണ ദിവസം തന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ ഇതിൻ്റെ ഒരു കടവിൽ ഇന്ന് IRWന്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. ആ പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിച്ച് വിലയിരുത്താം. സാറേ നമസ്കാരം. എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇന്ന് ഞങ്ങളുടെ കിഴുമാട് ഗ്രാമപഞ്ചായത്തിൽ നീന്തൽ അറിയാൻ പാടില്ലാത്തവർക്ക് എന്ത് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നീന്താം, മുങ്ങിപ്പോവില്ല, മരണമുണ്ടാവില്ല. ഇത് ശരിയാണോ? അത് തീർച്ചയായിട്ടും. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ നീന്തൽ അറിയാൻ പാടില്ലാത്ത ബഹുഭൂരിപക്ഷം കുട്ടികളും മധ്യവയസ്കരായിട്ടുള്ള ആളുകളെല്ലാം വെള്ളത്തിലേക്ക് അവരുടെ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്തൊക്കെ എടുത്തുചാടും. അവസാനം നിലയില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളിൽ ചെന്നിട്ട് നീന്തി കയറാൻ പറ്റാണ്ട് വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോ കടവുകളിലും നിക്ഷേപിച്ചിരുന്നാൽ കരയിൽ നിൽക്കുന്ന അവരുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഒന്ന് എറിഞ്ഞു കൊടുത്താൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന കുപ്പികൾ, കന്നാസുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ കടയിൽ പോയി ഓടി വാങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല. ഒരു മുഴം കയറ് അല്ലെങ്കിൽ 2 കുപ്പി അല്ലെങ്കിൽ ഒരു ക്യാൻ, ഇതൊക്കെ വെച്ചിട്ട് ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ജീവൻ രക്ഷിക്കാൻ സാധിക്കും. വളരെ എന്താ പറയുക, ഞങ്ങളുടെ വന്ന് കണ്ടപ്പോഴേ ഇവിടെ എന്താണ് ഇത്? അതെ, പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കുപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഈ കുപ്പി ഇത് വേണം കാർക്കെല്ലാം ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടി ഈ കാർക്ക് അടിയിലേക്ക് ആക്കണം. എന്നൊന്ന് കെട്ടി വെറും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ആരും മുങ്ങി മരിക്കില്ല കേട്ടോ. കാരണം എടുത്ത് ചാടാം. എനിക്ക് ചാടാൻ പറ്റും. ഇവരെല്ലാവരും കൂടി സുരക്ഷാ വലയം ക്രമീകരിച്ച് എന്നെ ഈ പെരിയാറിലേക്ക് ഒഴുക്കി വിടാനുള്ള പരിപാടിയാണ്. കണ്ട, എല്ലാവരും കണ്ടോട്ടോ. ഞാൻ മുങ്ങിപ്പോയ ആരാണ് ഉത്തരം പറയണ്ടേന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിനോദ് ചാക്യാർ പുഴയിലേക്ക് ചാടാമോ അതിസാഹസികമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇതൊന്ന് പിടിക്കാം. ഫോണ് ഒന്നുമില്ലോ,
ഡ്രസ് എന്നെ വീട്ടിൽ കൊണ്ടായിക്കോളൂ. ഐഡി കാർഡ് ഒക്കെ ഉണ്ടോ? ഇല്ല ഒന്നുമില്ല. അത് ഇതാണ് കുഴപ്പമില്ല. ഞാൻ ചാടാൻ പോണേ. ഇറങ്ങിയിട്ട് ഒന്നുകൂടി ഈവൻ ചാനലിന്റെ ഒരു സാഹസികത നിറഞ്ഞ ഒരു എപ്പിസോഡാണ്. ഇതെല്ലാവരും ഒന്നുകൂടെ ഇറങ്ങിക്കോട്ടെ. ഒന്നും കൂടി ഇറങ്ങാം. ഈവൻ ചാനലിന്റെ അതിസാഹസികമായ ഒരു എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് എല്ലാവരും സ്കിപ്പ് ചെയ്തു പോയത്. കല്ലുണ്ട്, റൗണ്ട് കല്ലുണ്ട്. ഒന്നും കുഴപ്പമില്ല, നിന്ന് നടന്നിരുന്നോ? വെറുതെ ഫ്രീ ആയിരുന്നു. വളരെ സാഹസികമായിട്ട് വളരെ ഒരു സംഭവം. ഏതായാലും ഈ പരിപാടി വളരെ മനോഹരമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. എല്ലാവരും ഞാൻ പഠിക്കാതെ ഈ സാധനം വെച്ച് ഏത് കുട്ടികൾക്ക് വരെയും നീന്തൽ മുങ്ങിപ്പോകില്ല. അതുകൊണ്ട് ഇവര് ചെയ്ത പ്രവൃത്തിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം. അതെ പ്രിയമുള്ളവരെ, ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവര് സംഘടിപ്പിച്ചേക്കണ ഈ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നീന്തൽ പഠിക്കാന്നുള്ളത്. എല്ലാവരും നീന്തൽ പരിശീലിക്കുക, എല്ലാവരും മുങ്ങി മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കുക. V1 ചാനലിന് വേണ്ടി ക്യാമറമാൻ അബു ലൈസിനൊപ്പം വിനോദ് ചാക്യാർ, ആലുവ.